നമസ്കാരം. നമ്മളെല്ലാവരും മന്ത്രങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? പലരും ദിവസവും ഭക്തിയോടെ ചൊല്ലുന്നുമുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്താണ് ഈ മന്ത്രങ്ങൾക്ക് ഇത്രയധികം ശക്തി കൊടുക്കുന്നതെന്ന്? ഇത് വെറുമൊരു വാക്കുകളുടെ കളിയാണോ? അപ്പൊ ഇന്ന് നമ്മളെ വിശ്വാസത്തിന് അപ്പുറത്തേക്കൊന്ന് പോയി മന്ത്രങ്ങൾക്ക് പിന്നിലെ ആ ഒരു ശാസ്ത്രം എന്താണെന്ന് നോക്കാൻ പോവാണ്. പ്രത്യേകിച്ച് ശബ്ദവും നമ്മളത് ഉച്ചരിക്കുന്ന രീതിയുമൊക്കെ എങ്ങനെയാണ് ഇതിലൊരു വലിയ റോള് കളിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോ നമ്മുടെ എല്ലാ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്: മന്ത്രങ്ങൾ അത് വെറും വാക്കുകൾ മാത്രമാണോ, അതോ അതിനപ്പുറം എന്തെങ്കിലും ഒരു രഹസ്യം അതിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് നമ്മളിന്ന് യാത്ര തുടങ്ങുന്നത്. അപ്പം മന്ത്രങ്ങളുടെ ആ രഹസ്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് ശബ്ദത്തിൽ നിന്നാണ്. അതിന്റെ ഏറ്റവും അടിസ്ഥാന സ്വഭാവം എന്താണെന്നറിയണം. കാരണം എല്ലാത്തിന്റെയും തുടക്കം അതവിടെ നിന്നാണ്. നമ്മുടെ പുരാതന ഭാരതീയ തത്വചിന്തയില് ശബ്ദബ്രഹ്മം എന്നൊരു വലിയ ആശയമുണ്ട്. എന്താണെന്നല്ലേ? അതായത് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനുണ്ടായതും ഇപ്പോഴും നിലനിൽക്കുന്നതും അതെല്ലാം ശബ്ദത്തിന്റെ ഒരുതരം സ്പന്ദനത്തിൽ നിന്നാണ്, ഒരു വൈബ്രേഷനിൽ നിന്നാണ്. ഇവിടെ ശബ്ദം എന്ന് പറയുന്നത് നമ്മൾ വെറുതെ കേൾക്കുന്നൊരു കാര്യമല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിച്ച ആ ഒരു ശക്തിയാണ്. അപ്പോ ഈയൊരു തത്വമനുസരിച്ച് നോക്കുകയാണെങ്കിൽ മന്ത്രങ്ങൾ വെറുമൊരു അർത്ഥമുള്ള വാക്കുകളുടെ കൂട്ടമല്ല, പകരം അവ വളരെ കൃത്യമായി ചിട്ടപ്പെടുത്തിയ എനർജി വേവ്സ് ആണ്, അതായത് ഊർജ്ജതരംഗങ്ങൾ. ഓരോ മന്ത്രത്തിനും അതിന്റേതായ ഒരു ഫ്രീക്വൻസിയുണ്ട്, ഒരു പ്രത്യേക ആവൃത്തി. അപ്പൊ ഈ പ്രപഞ്ച ഊർജ്ജത്തെ നമുക്കെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അല്ലേ? അവിടെയാണ് മന്ത്രങ്ങളിലെ ആ ഒരു കൃത്യതയുടെ ശാസ്ത്രം വരുന്നത്. ഇതെങ്ങനെയാണ് ശരിക്കും വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതൊരു കിടിലൻ ഉദാഹരണമാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു റേഡിയോ സ്റ്റേഷൻ നമ്മൾ ട്യൂൺ ചെയ്യുന്നത് പോലെയാണ് മന്ത്രസാധനം അല്ലേ? നമുക്കൊരു പാട്ട് കേൾക്കണമെങ്കിൽ ആ സ്റ്റേഷന്റെ കറക്റ്റ് ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്യണം. ലേശം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ എന്തു പറ്റും? ഒരു ബഹളം മാത്രം കേൾക്കും, പാട്ട് ക്ലിയറാവില്ല. അതുപോലെ തന്നെയാണ് മന്ത്രത്തിന്റെ കാര്യവും. ഒരു മന്ത്രത്തിന്റെ ശരിക്കുള്ള ഫലം കിട്ടണമെങ്കിൽ അതിന്റെ ഉച്ചാരണം 100% കൃത്യമായിരിക്കണം. അതുകൊണ്ടുതന്നെ ഈ കൃത്യത എത്രത്തോളം പ്രധാനമാണെന്ന് നോക്കിക്കേ. ഉച്ചാരണം നല്ല ക്ലിയർ ആയിരിക്കണം, അതിന്റെ താളം കറക്റ്റായിരിക്കണം. ചെറിയ തെറ്റുകൾ വന്നാൽ പോലും ആ മന്ത്രത്തിന്റെ ശക്തി അങ്ങ് കുറഞ്ഞുപോകും. ഇനി ചിലപ്പോ വലിയ പിഴവുകളാണെങ്കിൽ അത് വിപരീത ഫലങ്ങൾ വരെ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും അവയുടെ ശബ്ദത്തിനും അത്രയേറെ പ്രാധാന്യമുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത്, എനിക്ക് തോന്നുന്നു, ഇതിലെ ഏറ്റവും കൗതുകകരമായ ഒരു ഭാഗമാണ്. മന്ത്രത്തിലെ ഓരോ അക്ഷരങ്ങളും നമ്മുടെ ശരീരവും തമ്മിൽ എന്താണ് ബന്ധം? എങ്ങനെയാണ് വെറും ഒരു ശബ്ദത്തിനെ നമ്മുടെ ശരീരത്തിൽ ഇത്ര വലിയൊരു സ്വാധീനം ചെലുത്താൻ കഴിയുന്നത്? പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. സംസ്കൃതത്തിലെ ഓരോ അക്ഷരവും മനുഷ്യ ശരീരത്തിലെ ഒരു പ്രത്യേക നാഡീകേന്ദ്രത്തെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഇത് ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. ശരിക്കും ആലോചിച്ചു നോക്കിയാൽ ഇതൊരു വിപ്ലവകരമായ ആശയമാണ് അല്ലേ? അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നാമതായി, നമ്മൾ ശരിയായി മന്ത്രം ഉച്ചരിക്കുമ്പോൾ അത് പ്രത്യേകതരം ശബ്ദതരംഗങ്ങൾ ഉണ്ടാക്കുന്നു. രണ്ടാമതായി, ഈ തരംഗങ്ങൾ നമ്മുടെ ശരീരത്തിലെ നാഡീകേന്ദ്രങ്ങളുമായി, അതായത് നാഡികളുമായി ഒത്തുചേരുന്നു. അതിനെയാണ് അനുരണനം ചെയ്യുക എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്നാൽ, ഇത് ആ നാഡികളെ ആക്ടിവേറ്റ് ചെയ്യുന്നു, ഉത്തേജിപ്പിക്കുന്നു. ഒടുവിൽ ഈ ഉത്തേജനം നമ്മുടെ ശരീരത്തിലും മനസ്സിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. ഇതാണ് ഇതിനു പിന്നിലെ സിമ്പിളായ സയൻസ്. ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് കൂട്ടി വായിച്ചാൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ടൊരു നിഗമനത്തിലെത്തും. മന്ത്രം ജപിക്കുമ്പോ അതിന്റെ എണ്ണത്തേക്കാൾ എത്രയോ പ്രധാനമാണ് അതിന്റെ ക്വാളിറ്റി, അതിന്റെ ഗുണമേന്മ. സാധാരണയായിട്ട് നമ്മളിൽ പലരും എന്തിലാണ് ശ്രദ്ധിക്കുന്നത്? ഞാൻ ഇന്ന് 108 തവണ ജപിച്ചു, ഇത്ര എണ്ണം പൂർത്തിയാക്കി എന്നൊക്കെയാണ് അല്ലേ? പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് എവിടെയാണ്? ഞാനിത് എത്രത്തോളം ശുദ്ധമായിട്ടാണ് ഉച്ചരിച്ചത്, ജപിക്കുമ്പോൾ എന്റെ ഏകാഗ്രത പൂർണ്ണമായിരുന്നോ എന്നീ ചോദ്യങ്ങളിലാണ്. ഇതാണ് ശരിക്കുള്ള പോയിന്റ്. അതുകൊണ്ടൊന്ന് ഓർക്കുക, ഒരു മന്ത്രത്തിന്റെ യഥാർത്ഥ ശക്തി അത് എത്ര തവണ ജപിച്ചു എന്നതിലല്ല, മറിച്ച് എത്രത്തോളം ശുദ്ധിയോടെ, എത്രത്തോളം ഫോക്കസോടെ, ഏകാഗ്രതയോടെ നമ്മളത് ഉച്ചരിച്ചു എന്നതിലാണ്. ഇത് മന്ത്രസാധനയുടെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വമാണ്. ഈ ഒരു വാചകം മാത്രം മതി നമ്മൾ പറഞ്ഞതെല്ലാം സംഗ്രഹിക്കാൻ. ശുദ്ധമായ ഉച്ചാരണം സാധനയുടെ വിജയം. നിങ്ങളുടെ സാധന വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ഉച്ചാരണം ശുദ്ധമായിരിക്കണം. അത്രയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേട്ട സ്ഥിതിക്ക് നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാം. നമ്മുടെ സാധനയില്, നമ്മുടെ ജപത്തില്
നമ്മൾ എവിടെയാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്? അതിന്റെ എണ്ണത്തിലാണോ അതോ ഉച്ചാരണത്തിന്റെ ആ ഒരു ശുദ്ധിയിലാണോ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം. നമസ്കാരം.